ആവശ്യമുള്ള കർത്താവിനെ സ്തുതിക്കാമേ. വെളിപ്പാട് പുസ്തകം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യവും അല്ല 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യവും 5-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങളാക്കി തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. 5-ന്റെ 9. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടി. വചനത്തിനായ സ്തോത്രം. തേജസ്സിന്റെ കരമിച്ചിനെ വിഭജിക്കണമേ. അവിടുത്തെ നാമം മഹത്വമെടുക്കണമേ. എല്ലാം മഹത്വ കർത്താവിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. വെളിപ്പാട് പുസ്തകം The book of ultimates. അൾട്ടിമേറ്റ്സിന്റെ ബുക്ക്. ദേവാലയത്തെ കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെ പഴയ നിയമത്തോട്ട് നാം കാണുന്നുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് കണ്ണാടിയിൽ കൂടി കടമൊഴിയായി കാണുകയല്ല, അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയുടെ ആത്യന്തികമായ എൻഡ് പോയിന്റ് അവിടെ എത്തി കർത്താവിന്റെ മുഖം കാണുന്നത്. ദേവാലയത്തെക്കുറിച്ച് അതുപോലെ തന്നെ പാപത്തിന്റെ പരിഹാരത്തെക്കുറിച്ച് അതിന്റെ പൂർത്തീകരണത്തെക്കുറിച്ച് നാം കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. ദൈവത്തിന്റെ സാന്നിധ്യം സമൃദ്ധിയായി ഇറങ്ങി വന്ന ദൈവം താൻ അവരോട് വസിക്കും. അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇത്ര മനോഹരമായ അൾട്ടിമേറ്റ്സ് ആയ ചിത്രം കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. സമയത്തിന്റെ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ആമുഖങ്ങളെല്ലാം വിട്ടിട്ട് ഈ 4-5 ചാപ്റ്റേഴ്സ് വെളിപ്പാട് പുസ്തകത്തിലെ ഒറ്റ വിഷൻ. 1-ാമത്തെ ചാപ്റ്റർ ഒരു വിഷൻ ഉണ്ട്. ആ വിഷൻ ഇതാണ്: 7 നിലവിളക്കുകളുടെ നടുവിൽ മാനത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോടിന് സദൃശമായ കാലുകളുള്ളവനായി ഉലാവുന്ന മനുഷ്യപുത്രന്റെ ശബ്ദം. ഫസ്റ്റ് വിഷൻ. ആ ഫസ്റ്റ് വിഷൻ അതിന്റെ അടുത്തുള്ള ചാപ്റ്റേഴ്സിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നു. ശ്രദ്ധിച്ചറിയാം, ആ ചാപ്റ്റേഴ്സിനകത്ത് ആ വിഷനകത്ത് ചില വാക്യങ്ങൾ എടുത്താണ് ആ സഭയ്ക്കുള്ള ലേഖനങ്ങൾ എഴുതുന്നത്. ഈ 4-5 ചാപ്റ്റേഴ്സിലെ വിഷൻസ് ദൈവത്തിന്റെ ത്രോൺ റൂം എന്നാണ് ഇതേക്കുറിച്ച് പഠിക്കുന്ന ആൾ തന്നെ വിശദീകരിക്കുന്നത്. സിംഹാസന മുറി, ദൈവത്തിന്റെ സിംഹാസന മുറിയെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് നമ്മുടെ കൺമുമ്പിൽ യോഹന്നാൻ വരച്ചിടുന്നത്. ഇതിനുശേഷം കൂടെ ഇത് മുദ്രകൾ പൊട്ടിക്കുന്ന കുഞ്ഞാണ്. അതിനുശേഷം 6, 7, 8 ചാപ്റ്റേഴ്സ് അങ്ങനെ പോയി കലശങ്ങളും മുദ്രകളും അതെല്ലാം തീർന്ന് 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എത്തുമ്പോൾ വെള്ള കുതിരപ്പുറത്ത് കയറി വസ്ത്രത്തിന്റെ മേൽ വിശുദ്ധനും സത്യവാനും എഴുതിയതായി ജയിക്കാൻ വേണ്ടി വരുന്ന നമ്മുടെ കർത്താവിനെ കുറിച്ച് ചിത്രമോടെ കാണുകയാണ്. അതിനുശേഷം 20-ൽ വെള്ളസിംഹാസനവും 21-ൽ പുതിയ ആകാശവും പുതിയ ഭൂമിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ വിഷൻ വളരെ കൺട്രോൾ ചെയ്യാം. ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അനന്തരം ഞാൻ സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നത് ചെയ്തു കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം. അപ്പൊ എവിടെയാ ഇതിന് മുമ്പ് കാഹളനാദം പോലെ വെളിപ്പാട് പുസ്തകം സംസാരിച്ചത്? യോഹന്നാന്റെ 11 ഇങ്ങനെയാ വായിച്ചാൽ അറിയാം. 1-11 ആരെങ്കിലും വായിച്ച കാര്യത്തില് വെളിപ്പാട് പുസ്തകം 1-11. ഇവിടെ ഈ ശബ്ദം എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം യോഹന്നാൻ പറയുന്നത് ഈ 1-11 വാക്യത്തിൽ നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇവിടെ കയറി വരിക എന്നുള്ള കർത്താവിന്റെ ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത്. അധികാരമുള്ള ശബ്ദമാണ്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, അനധി വിദൂര ഭാവി നാം പാടിയ പാട്ട് പോലെ ആകാശ മേഘങ്ങളിൽ വന്നിട്ട് യോഹന്നാനോട് ഇവിടെ കയറി വരാൻ പറഞ്ഞ അതേ കാഹളനാദത്തിന്റെ ശബ്ദം അനധി വിദൂര ഭാവി ആകാശ മേഘങ്ങളിൽ മുഴങ്ങും. ഓരോരുത്തരുടെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ച വിശുദ്ധന്മാരുടെ കല്ലറകൾ ആ ശബ്ദത്തിന് മുമ്പിൽ തുറക്കപ്പെടും. ഹല്ലേലൂയ. ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവനെ എതിരേൽപ്പാൻ ആകാശ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. അധികാരമുള്ള ശബ്ദം. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് കർത്താവ് ലാസറെ വരിക എന്ന് പറഞ്ഞപ്പോൾ 4 ദിവസങ്ങൾക്ക് മുമ്പ് നിന്നുപോയ രക്തധമനിയിലെ ഓട്ടം അവന്റെ വാക്ക് പറഞ്ഞ സെക്കൻഡിൽ പഴയതുപോലെ ആയിത്തീർന്നു. ജീർണത ബാധിച്ച കോശങ്ങൾ, ബയോളജിക്കലായി ജീർണത ബാധിച്ചാൽ തുടങ്ങിയ കോശങ്ങൾ ഒരു കേടുമില്ലാതെ പഴയ ലാസറിന്റെ കോശങ്ങളായി ഒറ്റ വാക്കിന് മാറുവാനിടയായിരുന്നു. മാത്രമല്ല കർത്താവേ, കല്ല് നീക്കല്ലേ, കല്ല് നീക്കിയാൽ ദുർഗന്ധം വമിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ദുർഗന്ധമല്ല ആ കല്ലറയിൽ നിന്ന് വന്നത്. യേശുവിന്റെ വാക്കിനകത്ത് ജീവൻ ആ കല്ലറയിൽ നിന്ന് വ്യാപരിക്കുവാനിടയായിരുന്നു.
അധികാരമുള്ള കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഈ സന്ധിയിലകത്തിരിക്കുമ്പോൾ ജീവിതത്തിന്റെ ഭാരം തന്നെ അകറ്റുന്നുണ്ടായിരിക്കാം. എന്നാൽ പഴയതുപോലെ അവൻ മേയ്ക്കുന്ന ആടാണ് നീയെങ്കിൽ സാഹചര്യങ്ങളോട് കൽപ്പിക്കുവാൻ അധികാരമുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഈ സന്ധിയിലകത്തോട് വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന കരങ്ങളെ ഉയർത്തുന്ന സാധിക്കാം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ കഴിവുള്ളത് അവന് മാത്രമാണ്. ഹല്ലേലൂയ. ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുവാനും അവനെ കഴിവുള്ളത്. ചെങ്കടലിനോട് കൽപ്പിച്ച അതേ ശബ്ദമാ കാറ്റിനോട് കടലിനോട് കൽപ്പിക്കുന്നതായിട്ട് സുവിശേഷങ്ങളിൽ വായിക്കുന്നത്. ഏലിയാവിനെ കാക്കകൾ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഏലിയാവ് വന്നത് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നതാണ്. കമാൻഡ് മഹാരാജാവിന്റെ ശബ്ദമാണ്. കാക്കയോട് കൽപ്പിച്ച അതേ ശബ്ദമാണ് കരങ്ങളിലെടുത്ത് ആ 5 അപ്പത്തെ 2 മീനിനെ വാഴ്ത്തി ഒരു മൈതാനത്തിന് മുഴുവൻ കർത്താവിന് എന്ത് ചെയ്യുമെന്ന് വ്യക്തമാക്കി കൊടുക്കുവാനാണ് ഞാൻ എത്തുന്നത്. ഈ സന്ധ്യയിൽ എന്റെ കർത്താവ് മതിയായവനാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. അവൻ അധികാരമുള്ളവനായ കർത്താവ്. ലോകത്തിൽ ഒരുപാട് ആൾക്കാർക്കും ഇത് അറിയത്തില്ല. എന്നാൽ അകത്തു വന്ന നമുക്ക് അവന്റെ തേജസ്സിന്റെ ശക്തി എന്ന വലുതാണ് അറിയാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയുടെ അളവറ്റ വലിപ്പം എത്രയാണെന്ന് ഇതിനകത്ത് വന്നവർക്കറിയാം. രാവിലെ ഞാൻ പ്രസംഗിച്ച ചന്ദ്രൻ ഞാൻ അവരോട് പറഞ്ഞു, മനുഷ്യ ചരിത്രത്തിൽ ദൈവശക്തിയിൽ ഏറ്റവും വലിയ പ്രദർശനം നടന്നത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലാണ്. കുരുടന്റെ കണ്ണു തുറന്നെടുത്തും മുടവനെ നടത്തിയെടുത്തും ഓരോ പറയുന്നത് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. പൗലോസേ, ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാരണം അളവുള്ളതിനെ മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ഹോളിനൊരു അളവുണ്ട്, എന്റെ ഷർട്ടിനൊരു അളവുണ്ട്, നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും മെഷർമെന്റ്സ് ഉണ്ട്. അപ്പൊ പൗലോസേ, എങ്ങനെയാണ് ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്? അതിനൊരു കൊച്ചു ഉദാഹരണം പൗലോസ് അതിന്റെ താഴത്തെ വാക്കിൽ 1:20 പറയാം. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഉയർപ്പിക്കുവാനിടയിൽ തീർന്നു. ദൈവത്തിന്റെ ശക്തിയുടെ ഏറ്റവും വലിയ പ്രദർശനം നടന്നത് കർത്താവിന്റെ പുനരുത്ഥാനത്തിലാണ്. ഹല്ലേലൂയ. നാം കേട്ടല്ലോ, ആര് കല്ലുരുട്ടിനേക്കുമോന്ന് ചോദിച്ചുകൊണ്ട് മക്കളക്കാരത്തെ മറിയ കല്ലറയിലേക്ക് പോയത്. മക്കളാരത്തെ മറിയ അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ ശക്തിയാൽ ആ കല്ലറ തുറന്ന കല്ലറയായി മാറുവാനിടയായിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങിയിരിക്കുന്ന കല്ലറയായി മാറുവാനിടയായിരുന്നു. ആ ചാപ്റ്റർ തീരുന്നിട്ട് 2ാമത്തെ ചാപ്റ്റർ എഫെസ്യലേഖനം തുടങ്ങുമ്പോൾ പൗലോസ് എഴുതുക, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നിങ്ങളെയും അവൻ ഉയർപ്പിക്കുവാനിടയായിരുന്നു. ദൈവത്തിന്റെ സുവിശേഷം എന്ന സത്യ വചനം കേട്ടപ്പോൾ ആ വചനത്തോട് വ്യാപരിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയ ഇന്ന് പകൽ ഇന്ന് രാത്രിയിൽ ജീവനുള്ളവനാക്കി ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ. വചനത്തോട് വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തി അകത്തെ ഇരുട്ടു മാറ്റിയെങ്കിൽ, അകത്തെ മരണത്തെ മാറ്റിയെങ്കിൽ, വിശ്വസിക്കാൻ നിനക്ക് വേണ്ടി ഈ സന്ധ്യയിലും ദൈവശക്തി വ്യാപരിക്കാൻ മതിയാകുമെന്ന് വിശ്വാസം വിളിച്ചു പറയാം. ഹല്ലേലൂയ. അവൻ അധികാരമുള്ളവനായ കർത്താവ്. അവൻ അധികാരമുള്ളവനായ കർത്താവ്. മുന്നോട്ട് പോട്ടെ. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും അതിലൊരുവൻ ഇരിക്കുന്നതും ഞാൻ എന്ത് ചെയ്തു? എസ്കേലിന്റെ പുസ്തകത്തിൽ 2ാം അധ്യായത്തില് എസ്കേൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും നേരെ കർത്താവ് സംസാരിച്ചപ്പോൾ, മനുഷ്യപുത്ര നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് എന്ത് ചെയ്യും? സംസാരിക്കുക. അതിനെ അവിടെ എഴുതിയിരിക്കുന്നത്. പ്രസംഗിക്കുന്നവനും ബലഹീനനാണ്. ചരിത്രത്തിൽ ഏത് ഇതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയുടെ കരത്തിന്റെ പിൻബലത്തിൽ മാത്രമായി ഇവിടെ നിൽക്കുന്നത്. ഏത് പ്രസംഗം, ഏത് ദൈവദാസന്റെ സ്റ്റോറി ഇത് എസ്കേലിന് നിവർന്നു നിൽക്കാൻ വരാം. എന്നാൽ അവിടെ ഒരു വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്റെ ഉള്ളിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. ഞാൻ ഇവന്റ് അല്ലത്, ഒറ്റ ഇവന്റ്. സംസാരിച്ചതിന് ശേഷമല്ല, സംസാരിച്ച ദൈവത്തിന്റെ വചനം ശക്തമായി വിഭജിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ശബ്ദം എസ്കേലിന്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ ആത്മാവ് അവന്റെ ഉള്ളിൽ വന്ന് അവനെ നിവർന്നു നിൽക്കുമാറാക്കി. ഇന്ന് രാത്രി നീ കടന്നു വന്നത് ക്ഷീണിച്ച ഹൃദയമായിട്ടാണെങ്കിൽ, പ്രസംഗിക്കുന്നവൻ ബലഹീനനാണെങ്കിലും വിഭജിക്കപ്പെടുന്ന വചനത്തിന് നിന്റെ ജീവനെത്തുവാൻ ശക്തിയുള്ളത്. പ്രസംഗിക്കുന്ന വചനം ദൈവത്തിന്റെ വചനം എന്ന രാത്രിയിൽ ഇതിന്റെ അകത്തെ മനുഷ്യരെ ശക്തിയോട് ബലപ്പെടുത്തുവാൻ മതിയായ ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രസംഗിക്കുന്നവൻ ബലഹീനനാണെങ്കിലും പ്രസംഗിക്കുന്ന വചനത്തിന്റെ ശക്തിയുണ്ട്. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും ആ സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും എന്ത് ചെയ്യുന്നു? ആ സിംഹാസനം ശൂന്യമല്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എത്രയാണ്, ഹൗ മച്ച് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഐസായ ചാപ്റ്റർ 6.
ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന മെസ്സേജ് ആ യെശയ്യാവ് 6-ാം അധ്യായം നല്ല ക്ലോസ് കണക്ഷനാണ്. യെശയ്യാവ് 6-ാം അധ്യായം പറയുന്നത് ഉസ്യാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഹൈ ആൻഡ് ലോഫ്റ്റഡ് അപ്പ്, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന കാഴ്ച ഞാൻ എന്ത് ചെയ്തു കണ്ടു. അതിന്റെ വസ്ത്രത്തിന്റെ വിളമ്പലുകൾ ദേവാലയത്തിൽ അന്നത്തെ മഹാരാജാക്കന്മാർ ഉപയോഗിക്കുന്ന ഭാഷ, നീളമുള്ള വസ്ത്രം ഇങ്ങനെ നിലത്തിഴയുന്ന രാജകീയ വസ്ത്രം ധരിച്ച് മഹാരാജാവായി സിംഹാസനത്തിൽ ഇരിക്കുന്ന തേജസ് വാരിച്ചുറ്റിയ ഒരു കർത്താവിന്റെ ചിത്രമാണ് എസ്കേലിന് ആ ദേവാലയത്തിനുള്ളിൽ കാണുവാനിടയായിട്ടുള്ളത്. ദൈവം വാഴുന്നു, അകൃതകൾ ആവർത്തിച്ച് കാണുന്ന വാക്യമാണ്. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ. അവൻ സകലത്തെയും ഭരിക്കുന്ന, സകലത്തെയും നിയന്ത്രിക്കുന്ന, എല്ലാ സിംഹാസനത്തിന്റെ മേളിൽ തന്റെ അധികാരം വെച്ചിരിക്കുന്നവനായ ഒരു ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ കീഴിലോ നിന്റെ ബലഹീനമായ ജീവിതമായിരിക്കുന്നത്. കാറ്റടിച്ചാൽ ആടുവാനോ ഒരു നല്ല തിരമാല വന്നാൽ മറിഞ്ഞു വീഴാനൊക്കെയുള്ള ശക്തിയെ ഈ ചെറിയ ബോട്ടിനുള്ളെങ്കിലും കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിന്നെ നടത്തിയവനായ ദൈവം വേദനയുടെ സന്ദർഭത്തിൽ, വീഴുമെന്ന് തോന്നിയ സന്ദർഭത്തിൽ, ശുശ്രൂഷയ്ക്ക് നേരെ വെല്ലുവിളി ഉണ്ടായപ്പോൾ നിലനിർത്തിയവനായ ദൈവം നിന്റെ കൊച്ചു ബോട്ട് മറിഞ്ഞു വീഴാതെ തന്റെ ശാശ്വത കരങ്ങളിൽ വഹിച്ചവനായ ദൈവം അക്കരെ എത്തുന്നത് വരെ നിന്നെ ചുമക്കാൻ മതിയായവനാണെന്ന് ഇന്ന് സന്ദേശം ഞാൻ പ്രസംഗിക്കുക. ഹല്ലേലൂയ. അവൻ മതിയായവനായ ദൈവം, അവൻ കരുതുന്നവനായ ദൈവമാണ്, അവൻ സകലത്തെയും ഭരിക്കുന്നവനായ ദൈവമാണ്. ആവർത്തിച്ച് പഴയ നിയമത്തിൽ കാണുന്ന ഒരു വാക്യമുണ്ട്, വാഴുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏലിയാവിന്റെ ആ അപ്പകഷ്ണങ്ങളുടെ കാര്യത്തിൽ കാക്കയോട് ദൈവം കൽപ്പിച്ചെന്ന്. ആ ഭാഷ രാജകീയ ഭാഷയാണ്. കൽപ്പിക്കുക അവൻ രാജാവായ ദൈവമാണ്, അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ദൈവമാണ്. അപ്പൊ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ സമയത്ത് അതുകൊണ്ട് ഞാനിങ്ങനെ വായിക്കുന്നു. സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന 24 മാജസ്റ്റിക് ഗ്ലോറിയസ് ആയ പിക്ചർ. തൊട്ടുമുമ്പത്തെ വാക്യം ഇങ്ങനെയാ, ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. ഞാനിങ്ങനെ വായിച്ചു ചിന്തിച്ചു, ഒരു മനുഷ്യന് സൗന്ദര്യത്തെ വർണ്ണിക്കുവാനുള്ള ഏറ്റവും സൂപ്പർലെറ്റീവായ ഭാഷ മരതകവും സൂര്യകാന്തവും. ഇതിനപ്പുറത്ത് യോഹന്നാൻ ഒരു ഭാഷയില്ല കാഴ്ച വർണ്ണിക്കാൻ. അത്രയ്ക്ക് തേജസ്സിന്റെ കാഴ്ചയാണ്, അത്ര മനോഹരമായ കാഴ്ചയാണ്. മലയാളത്തിൽ വാക്യമുണ്ട്, എന്റെ പ്രിയൻ അവൻ 10,000ങ്ങളിൽ സുന്ദരൻ. ഹല്ലേലൂയ. അവൻ 10,000ങ്ങളിൽ സുന്ദരനായ തേജസ് വാരിച്ചുറ്റിയ മജസ്റ്റിക്കായ 24 സിംഹാസനത്തിന്റെ നടുവിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ കുറിച്ച് ചിത്രം. എന്റെ പോക്കറ്റിൽ കൊള്ളുന്ന ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്, അവൻ വലിയവനായ ദൈവമാണ്. എന്റെ ഇഷ്ടത്തിന് മൂവ് ചെയ്യുന്നവനായ ഒരു ദൈവത്തെ അല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് നിന്റെ ജീവിതത്തെ സമർപ്പിക്കണമെന്ന വേദപുസ്തകത്തിന്റെ മെസ്സേജ്. എന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ മാറ്റി വെക്കുന്നത് വെക്കാൻ പറ്റുന്നവനായ ദൈവമല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഞാൻ മാറേണ്ടി വരും. ഇത്ര വലിയവനായ ഒരു ദൈവത്തെയാണ് മഹാദൈവം എന്നറിവി. അതായിരിക്കും സെക്രട്ടറി പറയുന്നത്, വിറയലോടെ ഘോഷിച്ചു ലസിപ്പി. വിറയ്ക്കുകയും ഘോഷിക്കുകയും ലസിക്കൂടെ ചെയ്യാൻ പറ്റുമോ? അതൊരു കോൺട്രഡിക്ഷൻ അതിനകത്തുണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം സന്നിധിയിലേക്ക് വരുമ്പോൾ ഒരു സ്നേഹത്തിന്റെ ബന്ധമുള്ളപ്പോൾ തന്നെ നാം കടന്നു വരുന്നത് വലിയവനായ സർവശക്തനായ തേജസ്സിന്റെ സിംഹാസനം. ഞാൻ പറയുന്നു, ഇന്ന് സന്ധ്യ വർഷിപ്പിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ തേജസ്സിന്റെ സാന്നിധ്യമുണ്ട്. നാം അവന്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നത്. അകത്തേക്ക് നീ കയറി വരുമ്പോൾ തന്നെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ചിന്തകൾ അവൻ അറിയാം. ഹൃദയങ്ങളിലെ ഉൾപ്പൂവുകൾ പോലും ശോധന ചെയ്യുന്നവനായ, മറച്ചു വെക്കാൻ കഴിയാത്ത, കൊണ്ട് പറ്റിക്കാൻ കഴിയാത്ത, പോലെ സകലം കാണുന്നവനായ, സകലം തുറന്ന പുസ്തകം പോലിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വിറയലോടെ ഘോഷിച്ചില്ല. എന്നടുത്ത് വാങ്ങിയതാണ്, സിംഹാസനത്തിൽ നിന്നും മിന്നൽ നാദോ ഇടിമുഴക്കം ചെയ്യുന്നു. The total awareness of God. നമ്മളിന്ന് വ്യത്യസ്തനായ സീനായിലേക്ക് ദൈവം ഇറങ്ങി വന്നപ്പോൾ the same thing.
തന്നെ അവിടെ ആവർത്തിച്ചത്. മല മുഴുവൻ തേജസ് കൊണ്ട്, തീ കൊണ്ട് മൂടി, അതെല്ലാം ഷെയ്ക്ക് ചെയ്തു. ഇസ്രായേൽ മുഴുവൻ, ജനം മുഴുവൻ വിളിച്ചു പറഞ്ഞു, ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയരുതേ, മോശ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ആ കാഴ്ച അത്രയ്ക്ക് ഭയങ്കരമായിരുന്നു. തന്റെ തേജസ്സിന്റെ ഒരു ക്ലിപ്സ് അവർക്ക് സഹിക്കാൻ കഴിയില്ല. മോശയോട് ദൈവം പറഞ്ഞു, എന്റെ മുഖം നിനക്ക് കാണാൻ കഴിയത്തില്ല, കണ്ടാൽ ഒരു മനുഷ്യൻ ജീവിക്കാൻ ചെയ്യാൻ കഴിയില്ല. ഇത്ര ഉന്നതനായ ഒരു ദൈവത്തെ, ഇത്ര വലിയവനായ ഒരു ദൈവത്തെ. അതിനുശേഷം താഴ്വരയാണ് സഹാബുകളവരെ ചുറ്റും നിന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധാത്മത്തിൽ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ളവനായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധനായ. ചാപ്റ്റർ 6 ബന്ധം വളരെ ക്ലിയർ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നാം വായിച്ച വാക്യത്തിലേക്ക് വന്നത്. അവിടെ കാണുന്നിങ്ങനെയാണ്, കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും സർവവും നിന്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടാക്കപ്പെട്ടതും ആകൊണ്ട് മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ എവിടെയിടും? ഈ 2 ചാപ്റ്റേഴ്സിലും അടുത്ത 5ാമത്തെ ചാപ്റ്റർ വായിച്ചത് കുഞ്ഞാടെ നീ യോഗ്യൻ, വർത്തി, ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണെന്നുള്ള ഒരു മെസ്സേജാണ് ഈ 2 ചാപ്റ്റേഴ്സ് നമ്മോട് വിളിച്ചു പറയുന്നത്. ഇത്രയും ദൈവത്തെ പറ്റി പറഞ്ഞിട്ട് ദൈവം ആരെന്നോർത്ത്, ദൈവം എത്ര വലിയവനാണെന്നോർത്ത് പറഞ്ഞിട്ട് അങ്ങനെ പറയാണ് ദൈവമേ നീ യോഗ്യൻ. ആരാധിക്കാൻ വേണ്ടി കടന്നു വരുന്ന ദൈവഭക്തന്റെ മനസ്സിലേക്ക് വരേണ്ട അതിപ്രധാനപ്പെട്ട ചിന്തയാണ് ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്. ആരാധനയ്ക്ക് കൊതിക്കുന്ന ദൈവം എന്ന് പറയുന്നത് ശരിയല്ല, ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ എന്റെ മുഴു ഹൃദയത്തോട് ദൈവത്തിന് കൊടുക്കുകയാണ്. എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല ആരാധന. ഇത് ദൈവം ആരെന്നോർത്ത്, ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നോർത്ത്, ദൈവം എത്ര ഉന്നതനാണെന്നോർത്ത്, ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് അവന്റെ തേജസ് കണ്ടിട്ട് അവൻ എത്ര ഉന്നതനാണെന്ന് നോക്കിട്ട് ഹൃദയത്തിന്റെ അകത്ത് നിന്നും വീട് നമസ്കരിക്കുന്നതിന് പേര് ആരാധനയാണ്. ഇന്നത്തെ പുതിയ പ്രസംഗങ്ങൾ ഒരുപാടെണ്ണം ഇന്നിൽ നിന്നൊക്കെ ചെയ്താൽ ഇന്ന് നിന്ന് കിട്ടുമെന്നല്ല, എന്നാൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനപരമായ ചിന്ത ഈ തീയിൽ നിന്ന് വിടുവിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയും. വിടുവിച്ചില്ലെങ്കിലും ഞങ്ങളുടെ രാജാവ് ബിംബത്തെ നമസ്കരിക്കുന്നില്ല. ഇത്ര നല്ലവനായ ഒരു ദൈവം, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവം ആരെന്ന് ഞങ്ങൾക്കറിയാം. അവൻ സർവശക്തിയുള്ളവനായ കർത്താവ്, അവൻ ഉന്നതനായ കർത്താവ്, അവൻ തേജസ് വാരിച്ചുറ്റിയവനാ, സിംഹാസനത്തിൽ ഇരിക്കുന്നവനാ, സ്വയത്തെയും ഭരിക്കുന്നവനായ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ്. ഞങ്ങളുടെ കിരീടങ്ങളെ അവർ ദൈവത്തിന് എന്ത് ചെയ്യും? അല്ലേ? കിരീടങ്ങൾ തലയിൽ വെച്ചുകൊണ്ടല്ല ആരാധന, കിരീടങ്ങൾ താത്തു വെച്ചുകൊണ്ടാണ്. ഞാൻ എന്നുള്ള ഭാവത്തിന് പ്രസക്തിയില്ല. ഇവിടെ എന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രസക്തിയില്ല. ഇവിടെ എന്റെ കഴിവുകൾക്ക് പ്രസക്തി അസ്തമിക്കുകയാണ്. ഇവിടെ ദൈവത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ എത്ര ചെറിയവനാണെന്നും എനിക്ക് ദൈവത്തിന്റെ സഹായം എത്രയധികം ആവശ്യമുണ്ടെന്ന് ഏറ്റു പറഞ്ഞിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയത്തിന്റെ അകത്തു നിന്ന് പരമാർത്ഥതയോടെ പറയുന്ന സ്തോത്രത്തിനും ആരാധനയ്ക്കും അന്യഭാഷയ്ക്കും ഈ ചുവരുകൾക്ക് മുകളിലേക്ക് ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് പരമൊഴിയാൻ ഉച്ചത്തെ സ്തോത്രം പറയുന്നതിന് കുഴപ്പമാണ്. അടുത്ത ഈ 5ാമത്തെ ചാപ്റ്റർ വീട്ടിൽ വായിച്ചെന്ന് പറയാം, ദൂതന്മാർ 10,000 ദൂതന്മാർ സിംഹാസനത്തിന് ചുറ്റും നിന്നും അത്യുച്ചത്തിൽ ആരാധിച്ചു. ലൗഡ് വോയിസ്, എന്നാൽ ശാന്തമായ ഹൃദയത്തിലൊരു സ്തോത്രം പറഞ്ഞ ദൈവം കേൾക്കും. പെന്തക്കോസ്തിൽ ഒട്ടും മാർക്കിടാത്ത ഒരു പ്രാർത്ഥനയാണ് ഹന്നായുടെ പ്രാർത്ഥന. നമ്മുടെ മാർക്കിൽ ഹന്നായ്ക്ക് ഒരു 10ൽ 2 മാർക്കിൽ നമ്മൾ കൊടുക്കും തോന്നില്ല. കാരണം അവളുടെ ശബ്ദം വെളിയിൽ എന്ത് ചെയ്തിട്ടില്ല. പക്ഷെ അത് ദൈവത്തിന്റെ സിംഹാസനത്തെ സ്പർശിച്ചു. ഉച്ചത്തെ സ്തോത്രം പറയണം, ദൈവത്തെ നന്നായിട്ട് ആരാധിക്കണം. അതോടൊപ്പം പതുക്കെയാണെങ്കിലും ഉച്ചത്തിലാണെങ്കിലും അകത്ത് നിന്ന് വരുന്ന പരമാർത്ഥതയുള്ള ഹൃദയത്തിന്റെ മുദ്രാന്റെ പുറകിലുണ്ടെങ്കിൽ, ദൈവസ്നേഹത്താൽ ഹൃദയം പ്രേരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അകത്ത് നിന്നും കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന്റെ പേര് ആരാധിക്കണം. ഇവിടെ പലരും പാട്ടുന്ന കഥാവേ നീ സകലവും നീതാ സൃഷ്ടിച്ചവനാ, സകലവും നിന്റെ ഇഷ്ടം ഹേതുവാൽ എന്ത് ചെയ്യപ്പെട്ടു, ഉളവാക്കപ്പെട്ടിരിക്കും. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ എന്റെ വൈഫിന്റെ വീട് വയനാട്ടിലാണ്. വയനാട്ടിൽ ചെന്ന് പാലെവിടുന്ന കിട്ടുന്നെന്ന് ചോദിച്ചാൽ അവർ പശുവിനെ ചൂണ്ടിക്കാണിക്കും. ബാംഗ്ലൂരിൽ ഞാൻ പോയി പ്രസംഗിച്ചപ്പോൾ അവരോട് ചോദിച്ചാൽ മിൽമയുടെ മൂത്തെ കാണിക്കത്തുള്ളൂ. കാരണം പല കുഞ്ഞുങ്ങളും പശുവിന്റെ ഒരു കൂട് കണ്ടിട്ടില്ല.
അരി എവിടെ നിന്ന് കിട്ടുന്നത് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണേ പറയുള്ളൂ. എന്നാൽ കൃഷിക്കാരന്റെ കഷ്ടപ്പാടുകൾ അവർ കണ്ടിട്ടില്ല. ഇവിടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു റീസൺ അവർ പറയുക, ദൈവമേ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്ന കാരണം നീ ആ സകലം ഉണ്ടാക്കി. സംഗീതത്തിന്റെ ചിന്ത അതായിരുന്നു, ദൈവം നമ്മെ ഉണ്ടാക്കി. ഹല്ലേലൂയ. എന്റെ ശ്രദ്ധിക്കണേ, ഞാൻ പറയുന്നത് എന്റെ എക്സിസ്റ്റൻസിന് ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. എന്റെ എക്സിസ്റ്റൻസ് ഡിറൈവ്ഡ് എക്സിസ്റ്റൻസ്. ഞാൻ സ്വയമായി ഉളവായി വന്നതല്ല, ദൈവം എന്നെ ഉണ്ടാക്കിയതാണ്. എന്റെ ഫ്രെയിം ദൈവം നിർമ്മിച്ചതാണ്. ഹല്ലേലൂയ. എത്ര പേർ രാത്രി വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. സംഗീതക്കാരൻ പറഞ്ഞൊരു വാക്യമുണ്ട്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ആ മെടഞ്ഞ വാക്ക് എനിക്ക് വലിയ ഇഷ്ടം. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അമ്മച്ചിമാരെ ഓവൽ രണ്ടായിട്ട് കീറിയിട്ട് അത് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് അത് ഒന്നിന്റെ ഇടയിൽ ഒന്ന് കെട്ടി വെഞ്ഞത് ഭിത്തിയും മേൽക്കൂരിയൊക്കെ ഉണ്ടാക്കിയ ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നു. അതിന് മെടയുക എന്നാണ് പറയുന്നത്. സംഗീതക്കാരൻ ഉപയോഗിക്കുന്ന ഭാഷ, അമ്മയുടെ ഉദരത്തിൽ നിന്റെ വിരലുകളാണ് എന്നെ പണി ചെയ്യുവാനായിട്ടുള്ളത്. എന്റെ അസ്തിത്വത്തിന് ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുക. ഈ ഷാർജയുടെ പ്രദേശത്ത് വന്ന് ദൈവം ഒരു വിശാലം തന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇതിന്റെ എല്ലാം പുറകിൽ അൾട്ടിമേറ്റ് സോഴ്സ് ദൈവത്തിന്റെ വിരലിന്റെ ഒപ്പ് നിന്റെ അനുഗ്രഹങ്ങളുടെ പുറകിൽ ഉണ്ടെന്നോ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നടത്തിയ ഇന്ന് രാത്രിയോളം നിന്നെ പരിപാലിച്ചവനായ ദൈവം മതിയായവനാണെന്നുള്ള ചിന്ത ഇന്ന് രാത്രി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ കത്ത് നിന്ന് ഒരു സ്തോത്രത്തോടെ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാകട്ടെ. ഹല്ലേലൂയ. ദൂതന്മാരോട് ചേർന്നോ ഈ സന്ധ്യയിലായ നമുക്ക് പാടാമോ? കർത്താവേ, നീ യോഗ്യനായ ദൈവമാണ്, നീ സകലത്തെ ഉണ്ടാക്കിയവനായ ദൈവമാണ്, നീ സകലത്തെ നിർമ്മിച്ചവനായ ദൈവമാണ്, നീയാണ് സകലത്തിന് രൂപവും ഭാവവും നൽകിയത്. ഡിറൈവ്ഡ് എക്സിസ്റ്റൻസ്. ദൈവം ഒഴികെ ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ദൈവത്താൽ നിർമ്മിക്കണം. സകലതും, ആകാശവും ഭൂമിയും ദൂതന്മാരും വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, കാണുന്നതും കാണാൻ വയ്യാത്തതുമായ സകലതും ഉളവാക്കപ്പെട്ടതാണ്. സംഘത്തിന്റെ വാക്കുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്. 102 സംഘത്തിലാണോ 104 ഞാൻ ഓർക്കുന്നില്ല. ഇവയൊക്കെ പഴകും, വസ്ത്രം പോലെ നീ അവയെ ചുരുട്ടും. ആകാശത്തെ കുറിച്ചൊക്കെ പറയുന്നത്. എന്നാൽ നീ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അവസാനിക്കത്തില്ല. ഇരുന്നവനും ഇരിക്കുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവ്, ഈ കാണുന്ന സകലതും ചുരുട്ട് മാറുവാനുള്ളതാണ്. ഹല്ലേലൂയ. കല്ലറ കൊണ്ട് തീരുന്നതേ ഇവിടെ ഉള്ളൂ. എന്നാൽ ഇന്ന് സന്ധ്യയിനകത്തിരിക്കുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രത്യാശ ദൈവം നിന്റെ ഉള്ളിൽ നൽകുവാനിടയായിരുന്നു. അല്പം കാറ്റും തോളും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി വന്നിട്ടില്ലെങ്കിലും അങ്ങേ തലയ്ക്ക് സകലത്തെയും നിർമ്മിച്ചവനായ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. പലപ്പോഴും ഈ പഴയ പുസ്തകമൊക്കെ ആയിട്ട് നമ്മുടെ വീടിന്റെ ഇരുണ്ട മുറിയിൽ ആടുന്ന കട്ടിലിന്റെ അരികിൽ ഈ പുസ്തകമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ജീവിതത്തിന്റെ കഷ്ടപ്പാടിന്റെ വേദന നടുവിൽ പറഞ്ഞതുപോലെ മരുഭൂമിയിൽ കണ്ണനിലൂടെയൊക്കെ പ്രാർത്ഥിക്കുന്ന നമുക്ക് ഒരു നല്ല പ്രയാസം വന്നാൽ ക്ഷീണിച്ചു പോകാനുള്ള ഫ്രെയിമേ എനിക്കുള്ളൂ. എന്നാൽ എന്റെ പ്രാർത്ഥനയുടെ അങ്ങേ തലയ്ക്ക് നിൽക്കുന്നയാള് അവൻ അനാദിയായ ശാശ്വതമായ ദൈവമാണ്. അവൻ നഗരത്തെ നിർമ്മിച്ചവനാ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ എത്രയെണ്ണം വേണമെന്ന് തീരുമാനിച്ചവനാ. അതുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ നീ ഒന്ന് ബലപ്പെടും. നിന്റെ ഹൃദയത്തിനകത്തേക്ക് വിശ്വാസത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. നിന്റെ ആകുന്ന രാത്രി മാറിയിട്ട് വിശ്വാസത്തിന്റെ പുതിയ ബലത്തോടെ അഭിഷേകത്തിന്റെ പുതുക്കത്തോടെ വീട്ടിലേക്ക് മടങ്ങി പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുവാനാകട്ടെ. അവൻ അതിയായവനായ ദൈവം. ഒരു മണിക്കാലിൽ പഠിക്കുമ്പോഴൊക്കെ എന്റെ പിതാവിന്റെ മരണം ഉണ്ടാകുന്ന ആ സമയത്തായിരുന്നു ജീവിതത്തിലേക്ക് ഇനി ചവിട്ടുപടികൾ മുന്നിലില്ലാന്ന് ചിന്തിച്ച എത്രയോ സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ചതായ ഒരുപാട് കണ്ണുനീരിന്റെ സ്റ്റോറീസ് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കൊക്കെ ഉണ്ട്. അവയൊക്കെ കടന്നുപോയില്ലേ? നാം അതിനിപ്പുറത്തേക്കൊക്കെ വന്നില്ലേ? അതിന്റെ കാരണം നാലാമതൊരാളുടെ സാന്നിധ്യം നിന്നോടുകൂടി ഉണ്ടായിരുന്നതല്ലേ? നിന്റെ കൊച്ചു കുടുംബം എത്രയോ പണ്ട് ഒഴുകിപ്പോകുമായിരുന്നു. എന്നാൽ എന്റെ ദൈവം വിശ്വസ്തനായതുകൊണ്ട്, എന്റെ ദൈവം മതിയോയവനായതുകൊണ്ട്, അവൻ വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനായതുകൊണ്ട്, തന്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയാത്തതുകൊണ്ട് ഈ സത്യം വരെയും നടത്തിയ ദൈവത്തിന്റെ പരിപാലനത്തെ ന്യൂ ടെസ്റ്റ്മെന്റ് അറിയപ്പെടുന്ന ഏറ്റവും നല്ല സ്കോളർ D.A. കാഴ്ച. അദ്ദേഹം തന്റെ ഇങ്ങനെ പറഞ്ഞു, ദൈവം ക്രിയേറ്റർ മാത്രമല്ല സസ്റ്റെയിൻ ചെയ്യുന്ന ആളാ, നിലനിർത്തുന്ന നമ്മുടെ പലരുടെ ചിന്ത പഴയ ക്ലോക്ക് ഉണ്ട് വീട്ടില്, അതിങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കും. പിന്നെ ഒരാഴ്ചത്തേക്ക് നോക്കണ്ട, കാരണം അതിന്റെ സ്ക്രൂ അഴിഞ്ഞു പിന്നെ ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു സസ്റ്റൈനിങ് അല്ല ദൈവത്തിന്റെ.
ഒരാഴ്ച ദൈവത്തിന് മാറി നിൽക്കാൻ പറ്റത്തില്ല. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ എത്തിയിരിക്കുക, വഹിക്കുക. നിർമ്മിച്ച് മാത്രമല്ല, ഓരോ ദിവസത്തെയും ഓരോ മൊമെന്റ് ബൈ മൊമെന്റ് ഈ വിശാല പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നവനായ ഒരു ദൈവമുണ്ട്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ അവൻ വഹിക്കുന്നവനായ ദൈവമാണ്. മൊമെന്റ് ബൈ മൊമെന്റ്. കൂടെ കർത്താവില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിലൊക്കെ നിന്റെ കൂടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്താമെങ്കിൽ നിന്റെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഭാവി എന്റെ ദൈവത്തിന് നേരെയാക്കാൻ പറ്റത്തില്ലേ? നിന്റെ കൊച്ചു പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം എന്റെ ദൈവത്തെ കൊണ്ട് പറ്റത്തില്ലേ? നിന്റെ ജോലിയെ താങ്ങാൻ പറ്റത്തില്ലേ? നിന്റെ കുടുംബത്തെ താങ്ങാൻ പറ്റത്തില്ലേ? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു നിന്നെ സഹായിക്കുന്ന ദൈവത്തെ കൊണ്ട് പറ്റത്തില്ലേ? സകലത്തെയും നിന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. ഗ്ലോറി. ആ ചാപ്റ്റർ, ആ പാട്ട് അവിടെ തീരുക. അടുത്ത പാട്ടിങ്ങനെയായിരുന്നു ഒരു പാടിയത്, പുസ്തകം വാങ്ങാനും അതിന്റെ മുദ്ര പൊട്ടിമാനും. അയ്യോ, ആ ചാപ്റ്റർ 5-ാമത്തെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ അവിടെയും ചോദിക്കുമ്പോൾ ദൈവം സിംഹാസനത്തിരിക്കുന്നതിന്റെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ട്, അതിന്റെ അകത്തും പുറത്തു എഴുത്തുണ്ട്. അത് വാങ്ങാൻ ആരും കണ്ടില്ല. യോഹന്നാൻ കരഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ. അതിലപ്പോൾ ജയം പ്രാപിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കാഴ്ച കണ്ടു. അവൻ വന്ന് പുസ്തകം വാങ്ങി. ഇവിടെ പാടുന്ന പാട്ടിതാണ്, കുഞ്ഞാടേ നീ യോഗ്യൻ. കർത്താവിന്റെ മേശ ഇവിടെ ഒരുക്കിയില്ല. എന്നാൽ നാം അടുത്ത് വരുമ്പോൾ ആരാധനയുടെ അതിപ്രധാനമായ സെൻട്രൽ എലമെന്റ് കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു ഓർക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹമാ ഈ ആരാധനയ്ക്ക് വരാൻ നിർബന്ധിക്കേണ്ടത്. കർത്താവ് നിന്നെ അകത്ത് കൊണ്ടുവന്നതിനേക്കാൾ വലിയൊരു ഉപകാരം നിനക്ക് ചെയ്തിട്ടില്ല കേട്ടോ. രക്ഷയുടെ മഹത്വം വലിയതാ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചെന്ന് പൗലോസ് പറയുമ്പോൾ ഒന്നാമത് പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പ് നിന്നെ തിരഞ്ഞെടുക്കുന്ന നല്ല വീട് തന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കണം, നല്ല കാർ തന്നതുകൊണ്ട്, നല്ല കുഞ്ഞുങ്ങളെ തന്നതുകൊണ്ട് സ്തുതിക്കണം. എന്നാൽ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്നതിന്റെ കാരണം എന്നറിയാമോ? നിന്റെ പാപത്തിന്റെ കടച്ചിട്ട് കീഴിക്കളഞ്ഞ് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് നിനക്ക് ധാരാളമായി പ്രവേശനം ഉണ്ടാക്കിയത് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉപകാരം. IPC തിയോളജിക്കൽ സെമിനാറിൽ അധ്യാപകൻ പറഞ്ഞു വന്നാൽ വിശ്വസിക്കണം, മാസ്റ്റർ ടീച്ചർ പറഞ്ഞാൽ വിശ്വസിക്കാമല്ലോ. സമയത്ത് വായിപ്പിക്കേണ്ട. ലൂക്കോസ് 10:17 വീഡിയോ വായിച്ചു നോക്കണം. 70 പേര് അയച്ചു, തിരിച്ചു വന്നു. 35 ടീം തിരിച്ചു വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോലെ ഞങ്ങൾ കീഴടങ്ങാമെന്ന് പറഞ്ഞു. കർത്താവ് നിൽക്കാൻ അതിനൊക്കെ സന്തോഷിച്ചു. എന്നാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷ വിഷയമുണ്ട്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ആർക്കും വായിക്കാൻ കഴിയാതെ വണ്ണം, ഓരോ രാജ്യത്തിനും വായിക്കാൻ കഴിയാതെ വണ്ണം പാസ്പോർട്ടിന്റെ തീരെ മാറിയെന്ന് വരും. എന്നാൽ ദൈവത്തിന്റെ സിംഹാസന മുറിയിൽ അത് ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് കൂടെ എഴുതി ചേർന്നതിനെ കൃപയെന്നല്ലാതെ എന്താ വിളിക്കുക? ദൈവത്തിന്റെ കൃപ എന്നല്ലാതെ എന്താ വിളിക്കുക? ഇന്ന് സന്ധ്യയിൽ ദൂതന്മാരോട് ചേർന്ന് ആ പാട്ട് നമുക്കൊന്ന് പാടാം. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ദൈവത്തിനായിട്ട് വിലക്കി വാങ്ങി. ദൈവത്തിനായിട്ട് വിലക്കി വാങ്ങി. വീണ്ടെടുപ്പിന്റെ വില ആ വാക്യത്തിനകത്തുണ്ട്. ദൈവസ്നേഹത്തിന്റെ ആഴം ആ വാക്യത്തിനകത്തുണ്ട്. കാരണം തന്റെ പുത്രനെ ആദരിയാതെ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവരായ ദൈവം. ഹല്ലേലൂയ. കൂരിരുട്ടിന്റെ നടുവിൽ അലറിക്കരഞ്ഞിട്ടും അവനെ ശ്രദ്ധിക്കാതെ അതിന് പകരം നീ അകത്തു വരുന്ന സന്തോഷം ഓർത്ത ദൈവസ്നേഹത്തിന്റെ ആഴം എത്ര വരുന്നതാണ് സത്യം മനസ്സിലാക്കണം. അതിന്റെ അടുത്ത വാക്യം എങ്ങനെയാണ്? അവർ അത്യുച്ചത്തിൽ, അതിന്റെ 14 അത്യുച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യം. എത്ര കാര്യമാണെന്ന് അറിയാവോ? 7 things. മറ്റ് പുസ്തകങ്ങളിലൊന്നും നമ്പേഴ്സിന് വലിയ മീനിങ്സ് ഒന്നുമില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം നമ്പേഴ്സിന്റെ മീനിങ് ഉണ്ട്. 7 is the perfect number. അങ്ങനെയാണെങ്കിൽ ദൂതന്മാരുടെ വലിയ സംഘം കർത്താവിനെ ചുറ്റും നിന്നുകൊണ്ട് അത്യുച്ചത്തിൽ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും സ്തോത്രവും സ്വീകരിപ്പാൻ ഒരാളെ ഉള്ളൂ. ഹല്ലേലൂയ. അത് കർത്താവ്. പുറത്ത് നിന്റെ കൂടെ ബെഞ്ചിലിരുന്ന് പഠിച്ചവർക്ക് ഈ സത്യം അറിയത്തില്ല. എന്നാൽ കൃപയാണ് നീ അകത്തു വന്നു. ഹല്ലേലൂയ. ഈ സന്ധ്യയിൽ അവന്റെ തേജസ് കണ്ട് അവന് മഹത്വം കൊടുക്കുവാൻ കർത്താവേ നീ മാത്രം യോഗ്യനാണെന്ന് വിളിച്ചു പറയാൻ അടുത്ത ആഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ അകത്തുണ്ടാകുന്ന മോട്ടിവേഷൻ എന്നറിയാമോ? ബാക്കിയുള്ള ഭൗതിക അനുഗ്രഹങ്ങളെ എന്നെ രക്ഷിച്ചവനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്താ സങ്കീർത്തനക്കാരാ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉപകാരം? അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അകൃത്യം മോചിച്ച ഉപകാരം
ഉപകാരത്തെക്കാൾ വലിയ ഉപകാരം ദൈവം നമുക്ക് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സഭയിൽ നമ്മുടെ കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് ഹൃദയത്തിനകത്ത് നിന്നും ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തെ പാടി സ്തുതിക്കാനിടയാകട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്നു, ഞങ്ങൾ സംഭവം ഇവിടെ എഴുതിയിരിക്കുന്നു എന്ന പുതിയ പാട്ട് അവർ പാടുന്നതല്ലേ, അതല്ലേ എന്നൊരു പുതിയ പാട്ട്. അപ്പൊ ഏതാ പഴയ പാട്ട്? ആദ്യം പാടിയ പാട്ടാണ്. അത് സൃഷ്ടിച്ചു എന്നുള്ള പാട്ടാണ്. അത് വേണമെങ്കിൽ എല്ലാവർക്കും പാടാം, കാരണം ദൈവം എല്ലാവരുടെ സൃഷ്ടിതാവ്. പക്ഷെ രണ്ടാമത്തെ പാട്ട് അകത്തു വന്നവന്റെ പാട്ടാണ്. ഇത് കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെടിപ്പാക്കിയവന്റെ പാട്ടാ. ഇത് കൃപയുടെ പാട്ടാ. ഇതകത്ത് വന്നവന്റെ പാട്ടാ. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ഭാഗ്യമുണ്ടായതോർത്ത്, അകത്ത് വന്നതോർത്ത്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും നിന്നെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനാകണം. ഈ സത്യത്തിൽ എല്ലാ മഹത്വത്തിനും എല്ലാ മാനത്തിനും എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ നമ്മുടെ കർത്താവായതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഒരുമിച്ച് കരങ്ങളെ ഉയർത്തി കർത്താവേ യോഗ്യൻ, ഹല്ലേലൂയ, കുഞ്ഞാടേ യോഗ്യൻ, ഹല്ലേലൂയ, എല്ലാ മഹത്വമാനും പുകഴ്ച കർത്താവിന് ഈ സമയം വെച്ചുന്ന കർത്താവിനോടും സഭയോടും നന്ദി അറിയിക്കുന്നു. എല്ലാ മഹത്വം കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ദൈവം ധാരണമായ